ദുബായ് നഗരത്തെ സൈക്കിൾ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യം വെച്ച് 13.5 കിലോമീറ്റർ പുത്തൻ പാത വരുന്നു. റോഡ് ഗതാഗത അതോറിറ്റിയാണ് സൈക്കിൾ, സ്കൂട്ടർ, കാൽനട യാത്രക്കാർക്ക് പ്രത്യേക ട്രാക്ക് നിർമ്മിക്കുന്നത്. ട്രാക്കിന് 5 മീറ്റർ വരെയാണ് വീതി കണക്കാക്കുന്നത്. ഇതിൽ 2.5 മീറ്റർ ഭാഗം സൈക്ലിങ്ങിനും സ്കൂട്ടറിനും മാത്രമായിരിക്കും. ബാക്കി വരുന്ന 2.5 മീറ്റർ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയാകും രൂപപ്പെടുത്തുക. അൽബർഷ ഹൈറ്റ്സ് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് അടക്കം 12 വ്യത്യസ്ത താമസ, വാണിജ്യ, വിദ്യാഭ്യാസ മേഖലകളിലുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണ് പാത. ഹൈസ്ട്രീറ്റ് വിപുലീകരണ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് RTA എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മതാർ അൽ തായർ പറഞ്ഞു. ദുബായ് ഇന്റർനെറ്റ് സിറ്റി മെട്രോ സ്റ്റേഷനുമായി മറ്റ് പ്രധാന സ്ഥലങ്ങളുമായി ബന്ധിപ്പിച്ചാണ് പാത നിർമ്മിക്കുക. മണിക്കൂറിൽ 5200 പേർക്ക് ഉപയോഗിക്കാനാകും. പുതിയ ട്രാക്കിൽ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്യുന്ന 2 പാലങ്ങളുണ്ടാകും. ആദ്യത്തേത് ഷെയ്ഖ് സായിദ് റോഡിന് മുകളിലൂടെയും 528 മീറ്ററും, രണ്ടാമത്തേത് അൽ ഖൈൽ റോഡിന് മുകളിലൂടെ 501 മീറ്ററുമായിരിക്കും. ഓരോ പാലത്തിനും 5 മീറ്റർ വീതിയുണ്ടാകും. സൈക്കിളുകൾക്കും സ്കൂട്ടറുകൾക്കുമായി 3 മീറ്ററും കാൽനട യാത്രക്കാർക്ക് 2 മീറ്ററുമാണ് ഇതിലുണ്ടാകുക. 2030 ദുബായിലെ സൈക്ലിംഗ് ട്രാക്കുകളുടെ മൊത്തത്തിലുള്ള നീളം 544 കിലോമീറ്ററിൽ നിന്ന് 1000 കിലോമീറ്ററായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. മീഡിയ 1 ദുബായ്.